ഹലോ, എല്ലാവരുടെയും മഴ കേട്ടോ, സർവത്ര മഴ. ഇന്നും നല്ല മഴ തന്നെയാണ് കേട്ടോ. മഴ വീണ്ടും തുടരുന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് എങ്ങനെ ഇവിടുത്തെ അന്തരീക്ഷം എന്നൊക്കെ അറിയാൻ വേണ്ടി ഇറങ്ങിയത്. അതെ, ഇത് നമ്മുടെ കുളക്കാട്ടിൽ പാടാണ്, നിറയെ വെള്ളം നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. പക്ഷേ പുഴയായിട്ട് ബന്ധമൊക്കെയുള്ളതാണ്. പക്ഷേ പുഴയിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് കയറുന്നില്ല. ആ സന്ദർഭങ്ങളിൽ ഇവിടെയൊക്കെ മുങ്ങിക്കെടുക്കും. കുളക്കാട്ടുപാടം ഈ ഭാഗം കംപ്ലീറ്റ് മുങ്ങിക്കെടുക്കും. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. ഇതുപോലെ 3-4 പാടങ്ങൾ നമുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഭാഗം ഇപ്പോൾ ഇവിടെ കൃഷികളൊന്നുമില്ല. കൃഷിയുണ്ടായിരുന്നു പണ്ടൊക്കെ 2-3 പൂവൊക്കെ പണിതിരുന്നു. ഇപ്പോൾ നമ്മൾ മുണ്ടകൻ മാത്രമേ പണിയുള്ളൂ. കുഞ്ചാന്ന് പറഞ്ഞൊരു കൃഷി ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ നിർത്തി. ഇപ്പോൾ പുല്ലാണ് ഈ വളർന്ന് കിടക്കുന്നത്. പക്ഷെ ഇവിടെ നിന്ന് കുറച്ച് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പാടത്തു നിന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറമ്പിലേക്കൊക്കെ വെള്ളം വരും. ആ സന്ദർഭം മിക്കവാറും വരും. ഇങ്ങനെ വെള്ളം കൂടുകയാണെങ്കിൽ, ഇങ്ങനെ മഴ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ ഞാൻ എൻ്റെ തൊട്ടടുത്ത് ഇവിടെ കുറച്ച് തെങ്ങ് വാഴയൊക്കെ ഉണ്ട് കേട്ടോ. ആ ഭാഗങ്ങളിലേക്കൊക്കെ വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വാഴയൊക്കെ പോവും. തെങ്ങൊക്കെ അതൊക്കെ ആണെങ്കിൽ ഒന്നും പറ്റില്ല. ഇതൊക്കെ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു. പച്ചക്കറിയൊക്കെ നാശമായിട്ട് പോകും കേട്ടോ. കുറേ പേര് ഇവിടെ ഈ ഭാഗത്തുള്ളവർക്കൊക്കെ കപ്പയൊക്കെ ഊത്തിയിട്ടുണ്ടായിരുന്നു താഴ്ന്ന പ്രദേശം. ഞാൻ മുന്നേ കാണിച്ചു തന്നില്ലേ. അപ്പോൾ നമ്മുടെ അവിടെ നിന്നുള്ള റോഡാണ് കേട്ടോ. റോഡൊക്കെ നല്ല കഴുകി വൃത്തിയായിട്ടിട്ടുണ്ട് മഴയുടെ ശക്തി കൊണ്ടേ. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇതിൽ കൂടെ ഒന്ന് അതൊക്കെ യാത്ര ചെയ്യുന്നത് രസമാണ് കേട്ടോ. അപ്പോൾ ഈ വണ്ടിയിൽ നിന്ന് പോകാതെ ഇങ്ങനെ പാതയോരത്തോടെ കുറച്ച് ഇറക്കം നടക്കാനായിട്ട് എനിക്കിഷ്ടമാണ്. അതുപോലെ തന്നെ ഞാൻ കുടയൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുക, ഞാനും വൈഫും കൂടി. ഒരു രസമുള്ള ഏരിയയാണ്. പിന്നെ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മൾ ഈ പാടത്തിനോട് നമ്മൾ കൊളക്കാട്ടിലാണ് കണ്ടത്. ഇതാണ് നമ്മുടെ കോട്ടച്ചാൽ എന്ന് പറഞ്ഞ ഏരിയ. അപ്പോൾ വെള്ളം നല്ല ശക്തിയായിട്ട് അതിൻ്റെ തോട്ടിക്കുളമൊക്കെ പോകുന്നുണ്ട്. ഭാഗമൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടുകയാണെങ്കിൽ ഇവിടെയൊക്കെ മുങ്ങും. വിശാലമായിട്ടുള്ള നമ്മുടെ കടൽ പോലെ അങ്ങനെ കിടക്കും. രസമായിരിക്കും. രസം തന്നെ ഒന്നല്ല കേട്ടോ. വളരെ അതിൻ്റെ ചുറ്റും താമസിക്കുന്നവർക്കൊക്കെ എപ്പോഴും പേടിയാണ്. ഇവിടെയൊക്കെ കൃഷിയുണ്ട്, അതിലേക്കൊക്കെ വെള്ളം കയറി കുറേയൊക്കെ നാശമാവാറുണ്ട്. ഈ സമയത്തോടു കൂടി ഉണ്ടായിരുന്ന കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ പറിച്ചെടുക്കും. എപ്പോഴും മഴ തുടരുക തന്നെയാണ്. ഞാൻ ഇടയ്ക്കിട്ട് ഒരു കുടയൊക്കെ എടുത്ത് ഇങ്ങനെ ഈ ഭാഗങ്ങളിലൊക്കെ ഒന്ന് ചെന്ന് നോക്കി. മഴയ്ക്കൊരു സംഗീതമുണ്ട്, ആ സംഗീതമൊക്കെ ആസ്വദിക്കും. പണ്ടൊക്കെ ആണെങ്കിൽ മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പേടിയല്ലേ. ഇപ്പോഴും ഉണ്ട്, ഇല്ലായികയല്ല. താങ്ക് യു, എൻജോയ് ദാറ്റ്.